അർജുൻ മട്ടന്നൂർ ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അർജുൻ മട്ടന്നൂർ, നമ്മൾ നേരത്തെ കോതമംഗലത്ത് കണാച്ചേരിയിലെ എൽദോസിൻ്റെ മരണം റിപ്പോർട്ട് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നതാണ് അവിടെ ട്രെഞ്ചും ഉണ്ടായിരുന്നില്ല, ഫെൻസിങ്ങും ഉണ്ടായിരുന്നില്ല. ഇവിടെ ഈ 3.5 കിലോമീറ്റർ മാത്രം ഫെൻസിംഗ് ഉണ്ടായിരുന്നു. ഈ തേക്കുകുപ്പിലടക്കം ജനവാസ മേഖലയിൽ ഒരു തരത്തിലുള്ള ട്രെഞ്ചിങ്ങോ ഒരു തരത്തിലുള്ള ഫെൻസിങ്ങോ ഉണ്ടായിരുന്നില്ല. 2022 ശേഷം ആന നിരന്തരമായിട്ട് ഇറങ്ങുന്ന മേഖലയായിരുന്നു. വനം വകുപ്പിനോട് പറഞ്ഞെങ്കിലും കാര്യമായിട്ടൊരു പരിഗണനയും കിട്ടിയിട്ടില്ല. വീണ്ടും ഒരു അനാസ്ഥ, ഒരു ജീവൻ എടുത്തിരിക്കുന്നു എന്ന് തന്നെ പറയാമല്ലേ അർജുൻ മട്ടന്നൂർ? അരുൺകുമാർ, അങ്ങനെ തന്നെയാണ്. അതായത് വലിയ വനത്തിനോട് ചേർന്നുള്ള മേഖലയാണ്. നേരത്തെ ഈ മേഖലയിൽ കാട്ടാന ശല്യം അത്രമേൽ ഉണ്ടായിരുന്നില്ല. കാട്ടാന ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഏതാണ്ട് 4 വർഷമായിട്ടാണ് ഈ മേഖലയിൽ കാട്ടാന ജനവാസ മേഖലയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അന്നു മുതൽ തന്നെ പലതരത്തിലുള്ള പരാതികൾ നാട്ടുകാരൊക്കെ തന്നെ വനം വകുപ്പിനും അതോടൊപ്പം തന്നെ സർക്കാരിനും ഒക്കെ തന്നെ നൽകിയിരുന്നു. പക്ഷേ ഈ ഫെൻസിംഗ് അടക്കമുള്ള സംവിധാനങ്ങൾ പൂർണ്ണമായും നിർമ്മിക്കാൻ അവിടെ കഴിഞ്ഞിട്ടില്ല. മാത്രവുമല്ല, പലപ്പോഴും കാട്ടാനക്കൂട്ടം ഇത്തരത്തിൽ കൂട്ടത്തോടെ ഈ ജനവാസ മേഖലയിലേക്ക് എത്തും. അതിനുശേഷം ഈ കാട്ടാനക്കൂട്ടത്തെ ഈ കാടിനുള്ളിലേക്ക് കാട് കയറ്റാൻ പലപ്പോഴും ശ്രമിക്കാറുണ്ട്. പക്ഷെ അത് പലപ്പോഴും നടക്കാറില്ല. ഈ നേര്യമംഗലം വനത്തിന്റെ ഉൾക്കാട്ടിലേക്ക് ഈ കാട്ടാനകളെ തുരത്താൻ ശ്രമിക്കാറുണ്ട്. ഈ പുഴ കടന്നാണ് ഈ മുള്ളരിങ്ങാട് മേഖലയിലേക്ക് കാട്ടാനകൾ എത്തുന്നത്. എന്നാൽ പലപ്പോഴും പുഴ കടന്ന് തിരിച്ചു പോകാൻ കാട്ടാനകൾ കൂട്ടാക്കാറില്ല. അത്തരത്തിൽ ജനവാസ മേഖലയിൽ തന്നെ കാട്ടാനകൾ തമ്പടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും ഇന്ന് ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം കൂടി ഉണ്ടായിരിക്കുന്നു. ഏതാണ്ട് ഒരേ വനമേഖലയുടെ പല ഭാഗങ്ങളിലാണ് ഇത്തരത്തിലുള്ള കാട്ടാന ശല്യം, കാട്ടാന ആക്രമണവും ഉണ്ടാകുന്നത് എന്നതും പ്രധാനപ്പെട്ടതാണ്. ഏതാണ്ട് ഒരാഴ്ച മുമ്പാണ് ഇത്തരത്തിൽ എൽദോസ് കൊല്ലപ്പെട്ടത് കോതമംഗലം ഭാഗത്ത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ തൊടുപുഴയിൽ ഒരു യുവാവ് കൂടി 22 വയസ്സ് മാത്രമുള്ള അമർ ഇലാഹി എന്ന് പറയുന്ന യുവാവ് കൂടി മരിക്കുന്നു. ഈ വീട്ടിൽ നിന്നും ഏതാണ്ട് 300 മീറ്റർ അകലം മാത്രമാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. അത് ഒരു തേക്കിൻകാട് ആണ് ഈ മേഖല. അതുകൊണ്ട് തന്നെ അവിടെ ഈ പശുവിനെ ഇത്തരത്തിൽ കെട്ടിയ പശുവിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ് അമർ അങ്ങോട്ടേക്ക് പോയത് എന്നാണ് മനസ്സിലാക്കുന്നത്. വീട്ടിൽ നിന്ന് നടന്നുകൊണ്ട് ഈ കാട്ടിനുള്ളിലൂടെ ഈ പശുവിനെ കെട്ടിയ ഭാഗത്തേക്ക് പോയതായിരുന്നു. അമറിനൊപ്പം ഒരാൾ കൂടി ഉണ്ടായിരുന്നു എന്നും നാട്ടുകാർ പറയുന്നുണ്ട്. അവിടെ വെച്ചാണ് ഈ കാട്ടാന ആക്രമണം ഉണ്ടായത്. ഗുരുതരമായി തന്നെ അമർ ഇലാഹിക്ക് പരിക്കേറ്റിരുന്നു. പിന്നീട് അമറിനെ തൊടുപുഴ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. അതിനുശേഷം മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ജീവൻ നഷ്ടമാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. വനമേഖലയോട് ചേർന്ന് താമസിക്കുന്നവരാണ് ഈ അമർ ഇലാഹിയും കുടുംബവും ഒക്കെ തന്നെ. അതുകൊണ്ട് തന്നെ ഈ വനമേഖലയിലേക്ക് പോകുന്നതും പതിവാണ്. ഈ പശുവിനെ കെട്ടാനടക്കം ഈ വനത്തിനോട് ചേർന്നുള്ള ഭാഗത്തേക്ക് അമറും ഈ ഭാഗത്തുള്ള മറ്റ് ആളുകളൊക്കെ തന്നെ പോകുന്നത് സ്വാഭാവികമാണ്. കാട്ടാന അവിടെ വരാറുമുണ്ട്. പക്ഷെ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുമെന്ന് അമർ പ്രതീക്ഷിച്ചിരുന്നില്ല. എന്തായാലും ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു അമർ ഉണ്ടായിരുന്നത്. ഇപ്പോൾ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. മൃതദേഹം ഇപ്പോൾ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. എന്തായാലും ഫെൻസിംഗ് അടക്കം കൃത്യമായി നടപ്പാക്കിയിട്ടില്ല എന്ന് നാട്ടുകാർ വലിയ തോതിൽ പരാതികൾ ഉന്നയിക്കുന്നുണ്ട്. നേരത്തെ എൽദോസ് ഇത്തരത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ അവിടെ വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു. നാട്ടുകാർ രാത്രി മുഴുവൻ മൃതദേഹം അവിടെ നിന്ന് കൊണ്ടുപോകാൻ അനുവദിക്കാത്ത രീതിയിൽ വലിയ പ്രതിഷേധം നടത്തിയിരുന്നു. അതിനുശേഷം ജില്ലാ കളക്ടർ അടക്കം എത്തി നൽകിയ ഉറപ്പിന് ശേഷമാണ് ഇത്തരത്തിൽ മൃതദേഹം മാറ്റാൻ കഴിഞ്ഞത്. പ്രത്യേകിച്ച് ഇത്തരത്തിൽ ട്രെഞ്ച് നിർമ്മിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അതിനുശേഷം ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ മേഖലയിൽ ട്രെഞ്ച് നിർമ്മാണം ആരംഭിച്ചു. ഫെൻസിങ്ങിനുള്ള നടപടിയും ആരംഭിക്കുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ വനമേഖലയോട് ചേർന്ന എല്ലാ ഭാഗത്തും നിരന്തരമുണ്ട്. പ്രത്യേകിച്ച് ഈ നവംബർ ഡിസംബർ മാസമാകുമ്പോഴേക്കും കൂടുതൽ കാട്ടാനകൾ നാട്ടിലേക്ക് ഇറങ്ങുന്നു. കൂടുതൽ ചൂട് കൂടുമ്പോൾ ഈ കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് കൂടുന്നു. അതുമായി ബന്ധപ്പെട്ട ആക്രമണങ്ങളും കൂടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് ഈ മേഖലയിൽ 4 വർഷം മുമ്പ് വരെ അത്തരത്തിൽ കാട്ടാന ശല്യം ഉണ്ടായിരുന്നില്ല. കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. 4 വർഷം മുമ്പാണ് ഇത്തരത്തിൽ കാട്ടാനകൾ ഇറങ്ങി തുടങ്ങിയത്. അതിനുശേഷം അതൊരു പതിവായി മാറുകയും ചെയ്തു. ജനങ്ങൾ പലപ്പോഴും പ്രതിഷേധവുമായി പരാതിയുമായി അധികൃതർക്ക് മുമ്പിൽ എത്തിയിരുന്നു. പക്ഷേ ഈ പലപ്പോഴും ഫോറസ്റ്റുകാർ അടക്കം വന്നെങ്കിൽ പോലും ഈ കാട്ടാനകളെ തിരിച്ച് കാട് കയറ്റാൻ പലപ്പോഴും സാധിക്കുന്നില്ല എന്നാണ് നാട്ടുകാർ പ്രധാനമായും പറയുന്നത്. കൂട്ടത്തോടുകൂടി തന്നെ കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് എത്താറുണ്ട്. പുഴ കടന്ന് നേര്യമംഗലത്തിന്റെ ഉൾക്കാട്ടിൽ നിന്ന് പുഴ കടന്നുകൊണ്ട് ജനവാസ മേഖലയിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയുണ്ട്. അതിനുശേഷം കാട്ടാനകളെ തുരത്താൻ വേണ്ടി ശ്രമിച്ചാലും കാട്ടാനകൾ ജനവാസ മേഖലയിൽ തന്നെ തമ്പടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇനി തുരത്തിയാൽ തന്നെ മണിക്കൂറുകൾക്കുള്ളിൽ കാട്ടാനകൾ ഈ ജനവാസ മേഖലയിലേക്ക് തിരിച്ചെത്താറുണ്ട് എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവിടെ സ്ഥിരം സംവിധാനം കാട്ടാനകളെ തടയാൻ വേണ്ടി വേണം എന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. തീർച്ചയായിട്ടും വേണം അർജുൻ മട്ടന്നൂർ. ഈ സംഭവങ്ങൾ ആവർത്തിക്കുകയാണ്. നോക്കൂ, വനം മന്ത്രി AK ശശീന്ദ്രൻ നിയമസഭയിൽ വെച്ച കണക്ക് പ്രകാരം 8 വർഷത്തിനിടയിൽ നമ്മുടെ സംസ്ഥാനത്ത് വന്യജീവി ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത് 909 പേരാണ്. 8 വർഷത്തിനുള്ളിൽ
വർഷത്തിനുള്ളിൽ 909, ഒരു വർഷം ശരാശരി 100-110 പേർ ഈ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന ഒരു നാടായി നമ്മുടെ നാട് മാറിയിരിക്കുകയാണ്. ഇത് വലിയ ദുരന്തമല്ലേ? ഒരുപക്ഷെ പ്രളയത്തിൽ ജീവൻ നഷ്ടപ്പെടുന്നവരെക്കാൾ കൂടുതൽ ആളുകളുടെ ജീവൻ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. വന്യജീവി ആക്രമണങ്ങളിൽ 909 പേരാണ് കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ കേരളത്തിൽ ജീവൻ പൊലിഞ്ഞത്. ഇക്കഴിഞ്ഞ മാസം സംഭവിച്ചത് നോക്കൂ. ഡിസംബർ 14-ാം തീയതി ഈ കോതമംഗലത്തിന് സമീപത്ത് കാട്ടാന മറിച്ചിട്ട ഒരു പനമരം വീണ് ഒരു പെൺകുട്ടി മരിച്ച വാർത്ത നമ്മൾ നടുക്കത്തോടു കൂടിയാണ് കേട്ടത്. 2 ദിവസം തികഞ്ഞില്ല അതിനു മുമ്പ് ക്ണാച്ചേരിയിൽ എൽദോസിനെ രാത്രിയിൽ ബസ് ഇറങ്ങി വീട്ടിലേക്ക് പോവുകയായിരുന്ന എൽദോസിനെ വഴിയിൽ പതുങ്ങി നിന്നിരുന്ന കാട്ടാന തുമ്പിക്കൈ കൊണ്ട് വലിച്ചെടുത്ത് മരത്തിലടിച്ചു കൊല്ലുകയായിരുന്നു.